സിനിമയിലെ 3 പേരുടെ സൗഹൃദം. ഇത് പല സമയത്ത് സിനിമയിൽ വന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ എവിടേക്കോ നമ്മുടെ കൃത്യം പ്രശ്നങ്ങളെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി. ചാക്കോച്ച, മല്ലു സിംഗ് ഇറങ്ങിയിട്ട് ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളം ആവാറായി അല്ലേ? മിനിമം 10 വർഷത്തോളമായി. ആ സ്റ്റെപ്പ് എങ്ങനെയാ ഓർമ്മ? ഇന്നലെ പഠിപ്പിച്ച സ്റ്റെപ്പ് നമുക്ക് ഓർമ്മയില്ല. ഇത് എനിക്കുള്ള ട്രിബ്യൂട്ടുകളിൽ അവസാനം കലാശക്കൊട്ട് മിക്കവാറും സത്യത്തിൽ എനിക്ക് ചേച്ചിന്ന് വിളിക്കാൻ തന്നെ മടിയാ പറഞ്ഞ. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ചേച്ചി അങ്ങ് വിളിക്കുന്ന അല്ലാണ്ട് കൂടി വന്നോ 1 വയസ്സ് അങ്ങനെ അത്രേ ഉള്ളൂ വ്യത്യാസം. 2 അല്ല ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? സത്യം, ആ ശ്രീത്വം വിളമ്പുന്ന മുഖം, വാക്കിലും നോക്കിലും അനുഭവപ്പെടുന്ന ആ ദൈവീക ഭാവം. ആയിരുന്നു. ആലപ്പുഴയൊക്കെ ഞങ്ങൾ ആ സ്പ്ലെൻഡറിലായിരുന്നു യാത്ര. അപ്പൊ എല്ലാം ഒരു കുട്ടിയുടെ പേര് പറയായിരുന്നു. ഒരു സ്നേഹത്തിലായിരുന്നു. ആ കുട്ടിയായിട്ട് ഭയങ്കര സ്നേഹമല്ല, പ്രണയമായിരുന്നു. ഓർമ്മയില്ല, എനിക്ക് നല്ല ഓർമ്മയാണ്. എന്നിട്ട് നമ്മൾ ഓർമ്മയില്ലേ ഫാസിൽ സാറിന്റെ വീടിന്റെ നടയിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ആ പ്രണയം പറയാൻ വേണ്ടിട്ട് ചേട്ടൻ മുതലയാടി പോവുകയും. അതെ അല്ല, മൂത്തത് ഞാനായതുകൊണ്ട് കാണിച്ചു തരണമല്ലോ. ആദ്യമായിട്ടായിരിക്കുമല്ലോ അമ്മയെ കണ്ടിട്ട് മോനെ എഴുന്നേറ്റ് തൊഴുന്നത്. ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലല്ലോ അമ്മേ. ഇതിനു മുമ്പ് ഒന്നിനും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. കാരണം ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് ഇതുവരെയും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നതായിട്ട്. എനിക്കറിയില്ല നിരഞ്ജന ശരിക്കും. എന്റെ ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാ അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. നിരഞ്ജൻ ഇപ്പോ ജയിലില്ല. നിരഞ്ജൻ ആരാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, പക്ഷെ ജയിലിലാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഒരു സുഖം മനസ്സിലായി, ഒരു സുഖം. ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചിന്റെ കാര്യമാണോ അതാണ് ഉദ്ദേശിച്ചത്? ആണ്. അതിനകത്ത് ചില ലോജിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടേ. സാറാണ് മലയാളികൾക്ക് ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തെന്നുള്ളത്. ബെസ്റ്റി. അതെ ശരിയാട്ടാ. നിറസല്ലാബ് എന്ന് പറയണത് ഇവരുടെ മുതുകത്ത് കയറാനുള്ള പരിപാടിയാണ്. ഒരു ഡയറക്ടറെ കിട്ടിയെന്നും പറഞ്ഞു നീ എന്റെ മുതുകത്തോട്ട് കയറാതെ. അവളുടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ടാ. അവള് മുടി അഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ അങ്ങ് തരിക്കും. മഞ്ജുനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാനിപ്പോ മഞ്ജുനെ കണ്ടു കഴിഞ്ഞപ്പോ എന്തിങ്ങനെ ചെറുപ്പായി വരണത്. സന്തോഷ് ശിവൻ ഉണ്ടല്ലോ ക്യാമറ. സന്തോഷ് ശിവൻ സാർ അവിടെ ഇരിക്കുകയാണ്. ഞാൻ സന്തോഷ് ശിവൻ സാറിനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റീമി ടോമി നേരെ ഹോളിലോട്ട് കയറുന്നപ്പോ കുറച്ച് പേരൊക്കെ ഉള്ളൂ. സന്തോഷ് ശിവൻ സാറൊക്കെ ഇരിക്കുന്ന ഒരു ക്യാബിൻ ആയതുകൊണ്ട് അവിടെ കുറച്ച് പേരേ ഉള്ളൂ. ഉള്ളി തൊപ്പിയൊക്കെ ഇട്ടിരിക്കുമ്പോ റീമി ടോമി നേരെ അടുത്തേക്ക് വന്നിട്ട് തൊട്ട് തൊഴുത് സന്തോഷ് ശിവന്റെ മുഖത്ത് നോക്കി. ഞാനടുത്ത് റീമി എന്തിനാ ഇത് ചെയ്തതാണ് ഇങ്ങനെ തൊട്ട് നോക്കി നോക്കിട്ട്, അയ്യോ ഹരിഹരൻ സാർ അല്ല. മഞ്ജു ചേച്ചി സൂപ്പർ. ഇതിനകത്ത് ഒരൊറ്റ പാട്ടുണ്ട്. നല്ല പാട്ടല്ലേ? വളരെ നല്ല പാട്ടാണ്. നല്ല മെലഡിയാണ്. നിന്റെയൊക്കെ മനസ്സിലെ ദുഷ്ടലാക്കുകൾ ആദ്യം നീ ഇല്ലാണ്ടാക്ക്. ഞാനല്ലോ നന്നാവാത്ത നീ. ശരി, ഇപ്പൊ ഞാനായ തെറ്റുകാരൻ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തോടുള്ള ഫൈറ്റ്. പക്ഷെ 3 സുഹൃത്തുക്കൾ ഒരേപോലെ അതിലൂടെ പോവുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും തണലായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട. അല്ലെങ്കിൽ മാത്രമല്ല, ഒരു കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ബലം ഒന്ന് വേറെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഇവരുടെ 3 പേരുടെയും. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 40. സൂചി കുത്താൻ ഇടമില്ലാതെ ബസ്സിനുള്ളിൽ അന്നെന്റെ പുക്കൾ തപ്പി വന്നവന്റെ പ്രായം 40.
പ്രായം എത്രയെന്നാണ് പറഞ്ഞത്? 40. എത്ര വയസ്സുണ്ട്? എനിക്ക് 40 ഞാൻ സിനിമയിലേക്ക് വരണമെന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അപ്പൻ തന്നെയായിരുന്നു. അതിനെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് സിനിമയിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും അടിത്തറവാകിയിട്ടുള്ളത് അപ്പൻ്റെ ഒരു ആഗ്രഹങ്ങളും അപ്പൻ്റെ ഒരു പാഷനും അല്ലെങ്കിൽ വിഷനുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മിക്കവാറും യാത്രകളുടെ പരമോന്നതമായ ഉദ്ദേശം എന്ന് വെച്ചാൽ ചാക്കോച്ചിനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. മഞ്ജു വാര്യർ ഒന്നുകിൽ വള്ളി തൂങ്ങിയത്, കോല കയറിയത്, അല്ലെ തലകുത്തി മറയുന്നത്, അല്ലെ ചാക്കോച്ചൻ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ഫോട്ടോ നേരെ ചൊവ്വേ ആ ഫോട്ടോ ഇവിടെ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പൊ ഇവര് മേടിക്കുന്ന കോടികൾ സിനിമയിൽ വേറെ തമാശ എന്താണെന്ന് വെച്ചാല് നമ്മുടെ കൂടെ പിഷു വരുമ്പോ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അസൂയപ്പെടുകയും ഇത് വേണോ എന്താ അവരുടെ കൂടെ പോകുന്ന ചോദിക്കുന്ന ആളാണ് മമ്മൂക്ക. ഇടയ്ക്ക് മമ്മൂക്ക പറഞ്ഞു എന്നാ പിന്നെ ഞാനും വരാം നിങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്.